കൊല്ലം മൂന്നാം പിണറായി സർക്കാർ വരും, തുടരും എന്നൊക്കെയാണല്ലോ ഇവര് പറയുന്നത്. എന്താണ് സെജിന് തോന്നുന്നത്, തുടരുമോ? എനിക്ക് തോന്നുന്നത് തുടരും എന്ന് തന്നെയാണ്. അതായത് ഇപ്പൊ അവര് പറയുന്നതും പിന്നെ കുറെ അന്തം കമ്മികൾ ഇവിടെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്താലും അന്തം കമ്മിയായിട്ട് ജീവിക്കുള്ളൂ എന്ന് വാശി ഉള്ള കുറെ അധികം ആളുകളുണ്ട്. അതേപോലെ തന്നെ പരമ്പരാഗതമായിട്ട് ഇന്ന ചിഹ്നത്തിന് ചുറ്റികരിവാൾ നക്ഷത്രം കണ്ട കുത്തിപ്പോകും എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ പുതുപ്പള്ളി ഇലക്ഷന്റെ സമയത്ത് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് ചെയ്യുന്ന ചേച്ചിമാരോട് ചോദിച്ചപ്പോഴത്തേക്കും അവര് അന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ഞാൻ എന്തായാലും ചുറ്റികരിവാളിനെ കുത്തുള്ളൂ, ഞങ്ങൾ അപ്പൂപ്പനപ്പൂപ്പന്മാരായിട്ട് അങ്ങനെ വരുന്നത്. ആ ചേച്ചിക്ക് ഇപ്പൊ ഏകദേശം 10-70 വയസ്സുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ മാറി ചിന്തിക്കാൻ തയ്യാറല്ലാത്ത ഇപ്പൊ എന്റെ കുറച്ച് അറിയാവുന്ന ആളുകളോട് ചോദിച്ചാൽ ഞങ്ങൾ പണ്ട് തുടങ്ങിയ കോൺഗ്രസാ, കൈപ്പത്തിക്ക് കുത്തു എന്ന് പറയുന്ന ആൾക്കാർ എന്ത് വളരെ ചെയ്താലും കുഴപ്പമില്ല. എത്രത്തോളം കടല് കയറിയാലും എത്രത്തോളം മറ്റേ ഇത് കരിങ്കല്ല് കെട്ടിയില്ലെങ്കിലും എന്ത് പ്രശ്നം വന്നാലും ഇപ്പൊ കൊച്ചിക്കാരിൽ കുമ്പളങ്ങിക്കാരിൽ കുറെ പേര് കെ വി തോമസ് മാഷിനെ കുത്തുള്ളായിരുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ വീണ്ടും പിണറായി സർക്കാർ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവര് കൃത്യമായിട്ടുള്ള ഈ പറയുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് കുറെ നാളുകളായിട്ട് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ. പക്ഷെ നമ്മളിത് വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതായത് ഇപ്പോ പലസ്തീൻ വിഷയം വന്ന സമയത്ത് ഇവര് ഹമാസിനെ പിന്തുണയ്ക്കുന്നു. ആര്? LDF അല്ലെങ്കിൽ CPIM അല്ലെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെ കഫിയ അണിഞ്ഞുകൊണ്ട് പ്രത്യക്ഷമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ പാലസ്തീന്റെ ഒപ്പം ആണ്. അപ്പോ ഇപ്പൊ ഈ പറയുന്ന പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് പൗരത്വ ഭേദഗതി എന്ന് പറയുന്ന സാധനം മുസ്ലിങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെതിരെ കോഴിക്കോട് വലിയൊരു സമ്മേളനം വെച്ച് ഓർമ്മയുണ്ടോ? അപ്പോൾ എല്ലാ തരത്തിലും മുസ്ലിം എന്ന് പറയുന്ന സമുദായത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വ്യക്തവും പ്രീ പ്ലാൻഡുമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ന്യൂനപക്ഷം എന്ന് പറയുന്ന ആളുകളാണ് മുസ്ലിംസ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമാണ്. അപ്പൊ അവർക്കറിയാം ഏറ്റവും കൂടുതൽ വോട്ട് എവിടെ നിന്ന് കിട്ടണം, മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ മൊത്തം CPM കിട്ടണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് BJPക്ക് ഇവിടെ ഗ്രിപ്പ് കിട്ടി തുടങ്ങി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പിടിക്കലാണ്, തൃശ്ശൂർ പിടിച്ചു. എങ്ങനെ വ്യക്തമായിട്ടുള്ള പണിയെടുത്തിട്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. തൃശ്ശൂരിൽ നിന്നല്ലാത്ത കുറെ ആളുകളാണ് സുരേഷ് ഗോപി ജയിച്ചതിന്റെ പുറകിൽ വേറെ കുറെ കളികൾ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ തൃശ്ശൂർ CPM ആളുകൾ വരെ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വരെ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. കാരണം നമ്മൾ പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങി നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഈ ഒരു കാര്യം BJPക്ക് കിട്ടാനുള്ള വോട്ടുകൾ കൂടി ഇങ്ങോട്ടും മറിക്കണം. ഇതെങ്ങനെ മറിക്കാൻ പറ്റും? ഹിന്ദുക്കളാണ് കൂടുതൽ BJPക്ക് സപ്പോർട്ടായിട്ടുള്ളത്, ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അത് അവർക്കപ്പോ അത് മറിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ജാതീയമായിട്ടൊരു വിഭാഗീയത കൊണ്ടുവരണം, ഭിന്നിപ്പിച്ച് ഭരിക്കണം. ഡിവൈഡ് ആൻഡ് റൂൾ. പണ്ട് ബ്രിട്ടീഷുകാർ എടുത്തിരുന്ന സെയിം സാധനം തന്നെയാണ് ഇപ്പോൾ CPM എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എനിക്ക് ഇപ്പൊ വേടൻ ഇപ്പൊ ഈ ജാതി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് വേടനോട് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയത്. അതായത് അതിനു മുമ്പ് വരെ ഭയങ്കര വേടൻ ആരാധകനായിരുന്നു. ഞാൻ വളരെ വേടൻ ആരാധകനാണ്. എല്ലാ പാട്ടുകളും എനിക്ക് കാണാപ്പാടം അറിയാം. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ വളരെയധികം എന്റെ പാട്ടുകൾ കാണാപ്പാടം അത് കേട്ട് പഠിക്കുന്നതാണ്. അതിന്റെ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ അർത്ഥമുള്ള വരികളാണ്. ഇപ്പോൾ അവസാനം ഇറങ്ങിയ കാമുകിക്ക് വേണ്ടി ഇറങ്ങിയ മൗനലോക പോലും അത് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പറ്റി ആ പാട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ വേടന്റെ പാട്ട് ശ്രദ്ധിക്കുന്നത് നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിറങ്ങൾ 1000 വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം പൊടിച്ചത് എത്ര പേര്, മുറുകെ കൂലി നിറകൾ താണുമിനിയും എത്ര നാള്. ആ പാട്ടാണ് എനിക്ക് ഏറ്റവും അധികം ഞാൻ എപ്പോഴും കേൾക്കുന്നതും ഇന്നും ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും കേൾക്കുന്നതൊക്കെ ആ പാട്ടാണ്. പക്ഷേ അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഇന്ന ജാതിയിലുള്ള ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ പറയുന്ന ആ പാട്ടിൽ പറയുന്നത് ഞാൻ പാടുന്നില്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു ഇത് അല്ല, ജാതിയല്ല. അവിടെ എനിക്കത് കേട്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി വേണ്ട, ഇവിടെ മനുഷ്യൻ മതി. അങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ട ഏതൊരു മനുഷ്യനും, അത് ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും അയാൾക്ക് വേണ്ടിയാണ് ആ പാട്ടുകളാണ് നമുക്ക് തോന്നിയത്. പക്ഷേ ഈ വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ചതിന് ശേഷം, ഈ കഞ്ചാവ് കേസ് വരുന്നു, അതിന്റെ ഒപ്പം പുലിനകത്തിന്റെ പുലിപ്പല്ലോ പുലിനക പാട്ടോ ആ ഒരു സംഭവം വരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതിനുശേഷം വേടനെ കാണാൻ നമുക്ക് പറ്റിയത് അന്ന് വരെ ഉണ്ടായിരുന്നൊരു വേടനായിട്ടല്ല, വേറൊരു ടൈപ്പ് വേടനായിട്ട്. കാര്യമായിട്ടുള്ള മാറ്റം അദ്ദേഹത്തിന് ആ ഒരു സംഭവം പുറത്തിറങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പ്രത്യക്ഷമാണ്. അതായത് ഇപ്പൊ എന്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആണെന്നല്ല, ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെയുള്ള സാഹചര്യം ആവാനുള്ള ചാൻസ് ഉണ്ടത്രേ. അപ്പോ എല്ലാത്തിന്റെയും കൂടെ ഒരു അപ്പോ പോലീസ് പിടിച്ചു, വനം വകുപ്പ് വരുന്നു, ഈ പറയുന്ന ജാഫ്ന അമ്മയുടെ കാര്യം വരുന്നു,
അതിനുശേഷം പുലി നഖത്തിന്റെ കാര്യം വരുന്നു. പുലി നഖത്തിന്റെ കേസ് ഇത്തിരി അടങ്ങിയ കേസാണ്. കഞ്ചാവ് കേസ് വലിയ സീനൊന്നും അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇറങ്ങി പോരാവുന്ന കേസുള്ളൂ. പക്ഷെ പുലി നഖത്തിൽ ലോക്കാവും. അപ്പൊ പുലി നഖത്തിൽ ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ വേടൻ ഒരു ഭീഷണി വന്നിട്ടുണ്ടാവും. ലോക്ക് ആവാതിരിക്കണമെങ്കിൽ ഞങ്ങൾ പറയണത് പോലെ ഡൈ ഒന്നെങ്കിൽ നിനക്ക് അകത്ത് കിടക്കാം, കുറെ നാളുകൾ കഴിഞ്ഞ് നിന്റെ പുറകെ നടന്ന് നിന്റെ കയ്യിറക്കം നശിച്ച് തൊലച്ചിട്ട് വേണമെങ്കിൽ നിനക്ക് ഇറങ്ങാം. ഇല്ലെങ്കിൽ ഞങ്ങൾ പറയണ പോലെ ഒരു സ്റ്റാർ പരിവേഷം, ഫുൾ പ്രോഗ്രാംസ്, ഫുള്ള് ഞങ്ങളുടെ പരിപാടി, വൻ ജനക്കൂട്ടം ആരാധന, നിനക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള വാർത്തകൾ വരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോ റിപ്പോർട്ടർ ചാനലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ആരുടെ ഭാഗം കംപ്ലീറ്റ് PR ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ വേടനും തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് വെറുതെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നത്. എനിക്ക് ഇപ്പൊ ഇതിനകത്ത് ഊരിപ്പോരണം. കാരണം വേടൻ അറിയാത്തൊരു കാര്യത്തിന്റെ പുറത്താണ് ഇപ്പൊ പുലിനകം വിട്ട് പുറത്ത് കടന്ന പ്രശ്നമാവും. ചിലപ്പോൾ വേടൻ അറിയാൻ പാടില്ല, എല്ലാവർക്കും ആ റൂൾസിനെ പറ്റിയൊന്നും അറിയില്ല. സ്കൂളുകളിൽ ഇപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് പഠിപ്പിക്കാറില്ല. പക്ഷെ അതിലൊരു വിരോധാഭാസം ഇതുമായിട്ട് ബന്ധമുള്ള ചൂണ്ടിക്കാണിക്കേണ്ടാണെന്ന് തോന്നുന്നുകൊണ്ട് പറയുന്നതാണ്. അതായത് നിയമങ്ങളെ പറ്റി അറിയാത്തത് ഒരു തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് കോടതി കേസ് എടുക്കാറുണ്ട്. അതൊരു തെറ്റല്ല. പക്ഷേ നിയമങ്ങളെ പറ്റി അറിയിക്കാത്തത് ഈ സ്കൂൾ വഴിയും സിസ്റ്റം വഴിയും അതൊരു തെറ്റല്ലേ, വളരെ വലിയ തെറ്റാണ്. അതിനല്ലേ കേസ് എടുക്കണ്ടേ? ഞങ്ങൾ അറിയാത്തത് ഞങ്ങളുടെ കുറ്റാണോ? നിയമം നമ്മൾ സാധാരണക്കാരെല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള പൊളിറ്റീഷ്യൻസിന്റെ കുറെ അധികം കാര്യങ്ങൾ ഇവിടെ മര്യാദക്ക് നടക്കാതെ വരും. ഇപ്പോ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ കുറെ അധികം കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങും. ഒരു പൗരന് എന്തൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് കാണാപ്പടം അല്ലെങ്കിൽ അറിയാൻ പറ്റും? ഒരാൾക്കും അറിയാൻ പറ്റില്ല. ഇവര് മനഃപൂർവ്വം പഠിപ്പിക്കാത്ത. ഇപ്പൊ പല ഹിസ്റ്ററി ക്ലാസ്സുകളിലും നമ്മൾ പഠിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് യാതൊരു ഉപയോഗം ഇല്ലാത്ത നമ്മുടെ ചരിത്രത്തിലുള്ള പല ആളുകളെ നമ്മൾ മനഃപൂർവ്വം മറക്കാൻ വേണ്ടി അവരെ പറ്റി പഠിക്കരുത്, അറിയരുത് എന്ന് രീതിയിൽ. ഇപ്പൊ ഹിസ്റ്ററിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുഗളാധിനിവേശം മുതലാണ് പഠിക്കുന്നത്. അതിന് മുമ്പ് ഇന്ത്യക്ക് ചരിത്രം ഇല്ല എന്നുള്ള രീതിയിലാക്കി കളഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ നിയമത്തിന്റെ വേടനുണ്ടായിരുന്ന ഒരു അജ്ഞത ചിലരൊക്കെ മുതലെടുത്തു. അപ്പോ അതിനുശേഷം ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം കാണുന്നത് ഫസ്റ്റ് കട്ടപ്പനയിലോ ഇടുക്കി ജില്ലയിലുള്ള ഏതോ ഒരു സ്ഥലത്ത് വേടന്റെ പ്രോഗ്രാം വരികയാണ്. ആരാണത് സംഘടിപ്പിച്ചേക്കുന്നത്? CPM ആണ് സംഘടിപ്പിച്ചേക്കുന്നത്. 4ാം വർഷത്തിന്റെ LDF സർക്കാർ എന്ന് പറയാം. സർക്കാർ പ്രോഗ്രാമാണ്. CPM എന്ന് പറയണ്ട, സർക്കാർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന് വേടൻ വന്നതിന് ശേഷം തുടങ്ങി വേടന്റെ മാറ്റം നമ്മൾ കാണുന്നതാണ്. അതായത് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ബുദ്ധനെ വേണ്ട, അല്ലെങ്കിൽ സനാതന ധർമ്മം പ്രശ്നം. അപ്പോ പരക്കെ ജാതി തന്നെ പറയുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുലയരെല്ലാവരും കൂടി ചേരമരായാൽ എന്താ എന്നൊരു പാട്ടാണ്. അപ്പം എനിക്ക് തോന്നിയൊരു സംഗതി എന്താ, അല്ല ആരെങ്കിലും ആവുന്നതിനൊന്നും ആരും ഇവിടെ ഒരു തടസ്സവും പറയുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഒരാള് ഞാൻ ജാതി മാറുകയാണ്. എനിക്കറിയാവുന്ന ഒരു കേസ് പറയാം. എന്റെ പരിചയത്തിലുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൺകുട്ടി നായർ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചു. അവര് വീട്ടുകാർ തമ്മിൽ വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും പിരിയാൻ പറ്റില്ല, ഇവർ ഒരുമിച്ച് ജീവിക്കോളൂ എന്ന് തീരുമാനിച്ചപ്പോൾ വീട്ടുകാർക്കും അതൊരു ശരിയാണെന്ന് തോന്നി. പക്ഷെ അവർക്ക് ആകെ ഒരു നിബന്ധന ഉണ്ടായിരുന്ന ജാതി പരമായിട്ടുള്ള ഒരു വ്യത്യാസം ഇവർക്ക് വേണ്ട. അപ്പൊ ഇവർക്ക് ജാതീയപരമായിട്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ കൂട്ടമായിട്ട് ആ ജാതിയിലുള്ള ആളുകൾ എല്ലാവരും ചേർന്നിട്ടായിരിക്കും ഈ സമുദായത്തിലെ ആളുകളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിന്റെ പേര് പ്രത്യേകത പറയാനായിട്ട് എനിക്കറിയില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് ഈ നായർ എന്ന് പറയുന്ന ഈ ജാതിയിൽപ്പെട്ട ഈ പെൺകുട്ടീനെ പത്രിക മുറിച്ച് ഇഴവയിലേക്ക് മാറ്റിക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന രീതിയിൽ ഒരു പരിപാടി ചെയ്യുന്നുണ്ടായി. ഒരു 25,000 എന്തോ അതിന് ചെലവെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ ജാതി, ഈ കാസ്റ്റ്, അതും ചെയ്യാം അല്ലേ? അപ്പൊ ആരെതിനെ എതിർക്കുന്നേ? ആരെങ്കിലും ഒരാൾ നീ ഇതിൽ ജനിച്ച നീ ഇതിൽ തന്നെ ജീവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇവൻ റിലീജിയൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് വരെ ആസ് ആൻ ഇന്ത്യൻ നമുക്കുണ്ടല്ലോ, ഇല്ലേ? അപ്പൊ പിന്നെ ഇയാൾ ഇതിനു മുമ്പ് വരെ ഇങ്ങനൊരു വാക്കുകളോ ഇങ്ങനത്തെ പാട്ടുകളോ ഇങ്ങനെ പരസ്യമായിട്ട് ജാതി പറയുന്ന രീതിയിൽ ഇയാൾ പറഞ്ഞിട്ടില്ല. സനാതന ധർമ്മത്തെയൊക്കെ പറയുന്ന രീതിയിൽ അതൊക്കെ എത്ര വലിയ കോൺഫ്ലിക്റ്റ് ആണെന്ന് ആലോചിക്കണം. സ്റ്റാലിൻ വരെ അതിന്റെ പേരിൽ പുലിവാല് പിടിച്ചതാണ് തമിഴ്നാട്ടിലെ. അതൊക്കെ ഇത്ര ഈസി ആയിട്ട് വേടന്റെ വായിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. ഈ റിപ്പോർട്ടർ ചാനലിലുള്ള കോഫി വിത്ത് എന്നുള്ള പരിപാടിയിൽ വേടൻ വന്നതിന് ശേഷം വേടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഈ അദ്ദേഹത്തിന്റെ ജാതിയിലുള്ള ആളുകളുടെ DNA പഠിക്കുക എന്നുള്ളൊരു സാധനം ഇല്ല. അത് എടുത്തു പറഞ്ഞൊരു സംഗതി എന്താന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗം എടുത്തു പറയുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന എന്താ പറയാ ദ്രൗപദി മുർമു ഏത് ജാതിയാണ്? ആദിവാസിയല്ലേ? അപ്പൊ അവർക്ക് പഠിക്കാനായിട്ടുള്ള കഴിവില്ലേ? അബ്ദുൽ കലാം ഏത് ലെവലിൽ നിന്ന് വന്നാണ്? ഒറ്റമുറി വീട്ടിലുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, കുഴി കുത്തിയിട്ടാണ് കൂട്ടുകാരന്റെ വീട്ടില് അദ്ദേഹത്തിന് ചോറ് കൊടുത്തിരുന്നു പറയുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ ഒരാൾക്ക് കയറി വന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ
ഒരാളുടെ തീരുമാനമാണ് അയാൾ ഏത് ലെവലിൽ എത്തണം എന്നുള്ളത്. അത് ഏത് ജാതിയിൽ ജനിച്ചാലും, ഏത് ജാതിയിൽ ജനിച്ചാലും, ഏത് കുലത്തിൽ ജനിച്ചാലും, ഏത് മതത്തിൽ ജനിച്ചാലും ഒരാൾ ഉറച്ച തീരുമാനം എടുക്കുകയാണ്. എന്റെ വിധി ഞാൻ മാറ്റി എഴുതും, എനിക്ക് ഇവിടെ എത്തണം, എനിക്ക് ഇന്ന ലെവലിലേക്ക് എത്തണം എന്നുള്ള ഒരു വിചാരം അയാൾക്കുണ്ടെങ്കിൽ, ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എത്താൻ പറ്റും. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ എത്താൻ പറ്റും. അതെ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ. ആദിവാസി സമുദായത്തിൽ നിന്ന് കലക്ടറായ പെൺകുട്ടി ഇവിടെ ഇല്ലേ, കേരളത്തിലില്ലേ? അപ്പൊ സാഹചര്യങ്ങൾ. അപ്പൊ എനിക്ക് രണ്ടാമത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, അതില് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കമന്റുകളായിട്ട് വന്ന് ഒരുപാട് പേര് പറഞ്ഞത് വേടം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കൂ, വേടം പറഞ്ഞത് ഇങ്ങനെയാണ്, വേടം പറഞ്ഞത് അങ്ങനെയാണ്. അതായത് നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സാഹചര്യം ഇല്ലാത്ത ആളുകളൊക്കെ തന്നെയാണ്, അല്ലാണ്ട് വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് വന്ന ആൾക്കാരൊന്നും അല്ല ഇവിടെ എല്ലാം അല്ലെങ്കിലും ഒക്കെ ആയിരിക്കുന്നത്. ഇപ്പൊ വേടൻ എന്തുകൊണ്ട് ഇവിടെ വരെ എത്തിയത്? വേടന് കഴിവുണ്ട്. ആ കഴിവ് അദ്ദേഹം മാക്സിമം ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് അതിന് മൂർച്ച വെപ്പിക്കാൻ തുടങ്ങി. അതിന് വേണ്ടി മെനക്കെട്ട് നിന്ന് അതിനെ എഴുതാൻ വേണ്ടിയിട്ട് നല്ല മെനക്കേടുണ്ടെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് വായനാശീലം ഉണ്ടായിരിക്കണം. വായനാശീലം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പാട്ട് പാടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു തുടങ്ങി. അദ്ദേഹം ബാക്കിയുള്ള ആൾക്കാർ ഇത് പാടി കേൾപ്പിച്ചു തുടങ്ങി. ഏറ്റവും ആദ്യം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. അത് എനിക്ക് തോന്നുന്നു തകര എന്ന് പറയുന്ന ഒരു ബാൻഡിലെ ചേട്ടന്മാരാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അവിടെ വെച്ചിട്ടുള്ള സ്റ്റേജിലാണ് വേടനെ പരിചയപ്പെടുത്തുന്നത്. ഒരു ഐറ്റത്തിനെ പരിചയപ്പെടുത്താം, ഒരു കിടിലൻ കലാകാരനെ പരിചയപ്പെടുത്താം, ഈ പറയുന്ന വേടനെ പരിചയപ്പെടുത്താം. അന്നാണ് ആദ്യമായിട്ട് ഈ പാട്ട് പാടുന്നത്. നീർനിലങ്ങളിൽ അടിമേരുടെ മേലെ അദ്ദേഹം അവിടെ വെച്ചാണ് പാടുന്നത്. വേടനെ ജാതി നോക്കിയിട്ടാണ് അവർ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട്, അല്ല കഴിവ് നോക്കിയിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ അധികം ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ പിടിച്ചു കയറ്റിയാ പോലെ. അല്ലെങ്കിൽ അവർ പാട്ട് പാടുന്ന എത്രയോ അധികം ആൾക്കാരുണ്ട്, അവരെന്തുകൊണ്ട് കയറ്റിയില്ല? കഴിവ് ജാതി നോക്കി കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ജാതി തന്നെ എന്തോരം ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോ ജാതി നോക്കിയിട്ടല്ല, കഴിവ് നോക്കിയിട്ടാണ് ആളുകൾ മേളിലേക്ക് വരുന്നത്. ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ ആൾ മേളിലേക്ക് കയറിപ്പോകും. കഴിവില്ലാത്ത ആൾക്കാർ, കഴിവ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാത്ത ആൾക്കാർ അവിടെ തന്നെ നിൽക്കും. പിന്നെ രണ്ടാമത് ഈ സ്റ്റേറ്റ്മെന്റിനെ പോളിഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട്, ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടും, വേടം പറഞ്ഞ DNA അല്ല നിങ്ങൾ പറയുന്ന DNA എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ DNA എന്ന് പറയുന്ന സംഗതിക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ. സയന്റിഫിക്കലി DNA എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് പകർന്നു വരുന്ന ചില കഴിവുകളും അതുപോലെ സ്വഭാവ സവിശേഷതകളും രോഗങ്ങളും വരെ അതിലുണ്ട്. മനസ്സിലായില്ലേ? അത് ജാതിയുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ, ജാതി എന്നതിലുപരി എല്ലാ മനുഷ്യരും ഓരോ സ്ഥലത്ത് കൂട്ടമായിട്ട് ജീവിക്കുന്നതിനെയാണ് കാസ്റ്റ്, ട്രൈബ് എന്നൊക്കെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് ആയിക്കോട്ടെ. DNA വരുന്നത് അപ്പനമ്മ, അപ്പന്റെ അപ്പനമ്മ, പാരമ്പര്യം, ഇങ്ങനെയാണ്. ബ്ലഡ് റിലേഷൻ ആണ്. ബ്ലഡ് റിലേഷനിലാണ് DNA വരുന്നത്. അപ്പൊ ഇയാൾ പറയുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽ ജനിച്ച ആളുകൾക്ക് ബ്ലഡ് റിലേഷനിലെ DNA പോലും ഇല്ല എന്ന് പറയുന്നത് എത്ര ഫോളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതേ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ, പിണറായി വിജയൻ പോട്ടെ, മാറ്റി വെക്കും, പുള്ളി പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ഇത് പറഞ്ഞിരുന്നെങ്കിൽ പോട്ടെ, ഞാനോ താനോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ എന്താ? ആദ്യമായിട്ട് ജാതി പറഞ്ഞ് അവമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും. രണ്ടാമതായിട്ട് കുറെ സാംസ്കാരിക നായകന്മാർ കുറെ പേര് കോരച്ചോണ്ടിറങ്ങും. സത്യം പറയാമല്ലോ, മനുഷ്യന്റെ ഒരു കാര്യത്തിന് ഇവരെ കാണാറില്ല. പക്ഷെ CPM പ്രതിരോധത്തിലാവുമ്പോ, അല്ലെങ്കിൽ CPM-ൽ പെട്ട ആളുകൾ പ്രതിരോധത്തിലാവുമ്പോ, അല്ലെങ്കിൽ എതിർചേരിയിലുള്ളവരെ ആക്രമിക്കാനായിട്ട് ഒരു ആയുധം കിട്ടുമ്പോ ഇവരെ രംഗത്ത് കാണാറുണ്ട്. ഇവര് ഇവര് വന്നിട്ട് പറഞ്ഞാൽ ബ്രാഹ്മണനായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഈ കാസ്റ്റിലുള്ള ആളുകളെ കണ്ടുള്ളവർ പറയുമായിരുന്നു പോലും, നീയൊന്നും പഠിക്കാനൊന്നും, നീയൊക്കെ പറമ്പി പണിയെടുക്കും, ഇതല്ലേ ഇയാളും പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നേന്. ഇപ്പൊ ഇവര് തന്നെ പറയുന്നത് വേടൻ ഞങ്ങളിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അയാൾ ഞങ്ങളെ എങ്ങനെ അധിക്ഷേപിച്ചോട്ടെ, ഏത് പൊട്ടത്തരവും ഞങ്ങളെ പറ്റി പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്നാണോ? അപ്പൊ ഇതില് ഒരു പ്ലാൻഡ് അജണ്ട ഉണ്ട്. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞു, ജാതീയപരമായിട്ട് ഭിന്നിപ്പിച്ച് കഴിഞ്ഞു വേടനെ ഉപയോഗിച്ചുകൊണ്ട്. ആരാണ് അതിന്റെ പുറകിൽ?